അടിപൊളി വ്യൂ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറയാൻ പറ്റിയ സ്ഥലം കേട്ടോ. അടിപൊളി. എത്ര പേർക്ക് ഇരിക്കാവുന്ന പാറയാന്ന് നോക്കി ഇങ്ങനെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴക്കാലത്ത് വരുമ്പോൾ നല്ല പാഴിയുണ്ട്, തെന്നിയാണ് കിടക്കുന്നത്. തെന്നി വീഴാണ്ടിരിക്കാനും നോക്കണം. പിന്നെ വാഹനങ്ങളൊന്നും ഇതിലേക്ക് കയറ്റി ഓഫ് റോഡൊന്നും ചെയ്യാണ്ടിരിക്കുക. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. ഫാമിലിയൊക്കെ ആയിട്ട് മഴയില്ലാത്ത സമയത്തൊക്കെ വന്നിരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിരിയാൻ പറ്റിയൊരു സ്ഥലം ഇത്. ഇതിൻ്റെ ചുറ്റിനും കൃഷിക്കാരാട്ടോ, എല്ലാവരും കിടക്കുന്ന കൃഷിക്കാരാണ്. മലനിരകൾ കണ്ടോ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നതാണോ. ഭംഗിയുള്ള കാഴ്ചയാണ്. നോക്കി, അടിപൊളി വ്യൂ ആണ്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയും വ്യൂ ആണ്. സൂപ്പർ. വല്ലാത്ത ഒരു വ്യൂ കേട്ടോ. നോക്കി, അടിപൊളി കപ്പ കൃഷി ചെയ്തേക്കുന്നുണ്ട്. ഉള്ള മണ്ണ് അവരെ ഒലിച്ചു പോകാണ്ട് നന്നായിട്ട് കയ്യാലയൊക്കെ കിട്ടി. ഓക്കെ, കണ്ടോ, 20 കയ്യാലയൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഇതാ കൃഷി. പാറപ്പുറത്തൊരു കൃഷി. നമുക്ക് ഉള്ള മണ്ണ് ഈ പാറയിൽ പിടിച്ചു നിർത്തി നല്ല കയ്യാലയൊക്കെ കിട്ടി. കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി ചെയ്തേക്കണേ. ആ കർഷകനെയൊക്കെ കേട്ടോ നമ്മൾ സല്യൂട്ട് അടിക്കണം. നോക്കി, കണ്ടോ, ഇതാണ് പാറപ്പുറത്തെ കൃഷി എന്ന് പറയാം. അടിപൊളി കൃഷി. സൂപ്പർ ഒരു തടാകമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ, അടിപൊളി തടാകം. ഇത് പറ്റുന്ന വെള്ളമാണോ ചേട്ടാ? പറ്റുമല്ലേ? ആ, തവളമയാണല്ലോ. ഒരു ചേട്ടൻ്റെ കുറച്ച് പിള്ളേരെ എനിക്ക് കൂട്ടി കിട്ടി. കണ്ടോ, ചേട്ടൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരാണ് ഈ നാട്ടുകാർ. പേരെങ്ങനെയാണ്? വിനോദ്. കൃഷിയാണോ? ഏതായാലും ഈ കപ്പ ചെയ്തേക്കണ അടിപൊളിയാണ്. പുള്ളിക്കൊക്കെ അവാർഡ് കൊടുക്കണ്ടേ. പാറയിൽ മണ്ണ് പിടിച്ച് ചേർത്തിട്ടേ ആ കപ്പ ചെയ്തേക്കുന്നത്. ആണോ? ആണോ? ഈ ഉള്ള മണ്ണേ പിടിച്ചു നിർത്തി കൃഷി എടുക്കാന്ന് പറഞ്ഞ നല്ല നല്ല പ്രൊജക്ടുകൾ വന്നാലേ ഫാമിലിക്കൊക്കെ അവിടെ വന്നിരിക്കാമല്ലോ. ഈ മഴയില്ലാത്ത സമയത്ത് ഒരു ജൂലൈ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന വേനൊക്കെ ഒക്കെ ഇരുന്ന നല്ല കാറ്റും. ഇതേ ജൂലി ഇവിടെ ഒരു ജൂലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കുട്ടികളുടെ കൂടെ വന്ന ജൂലി പോവാ. ജൂലി കുഞ്ഞു ജൂലിയാ, കുഞ്ഞു ജൂലി. ഇവിടെയാണ് പിടിച്ചത്. ഒരാഴ്ചക്കാലം ഇവിടെ ഷൂട്ടിംഗ്. ആ, ഓക്കെ. അത് ദിലീപിന്റെ സിനിമയല്ലേ? കുഞ്ചാക്കോന്റെ സിനിമ അല്ലേ? ആ, എൽസമ്മ എന്ന ആൺകുട്ടി. ആ, ഓക്കെ. അത് ഇവിടെ ഇതിന്റെ ടോപ്പിലായിരുന്നോ? ആണോ? ആ, ഇവിടെ അല്ല അല്ലേ? അപ്പോൾ അവർ അതിന്റെ ഇതെല്ലാം ചുവന്നുകൊണ്ട് വന്നോ? ജനറേറ്ററൊക്കെ ചുവന്നുകൊണ്ട് വന്നു. ആണോ? ആ, ഓക്കെ. ഇവിടെ ഇത് കുളമുള്ള അതിൻ്റെ അകത്താണോ? ആ കപ്പത്തോട്ടത്തിലല്ലേ? അത് ചാലാശ്ശേരി. ആണോ? ഇതിന്റെ പകുതി വെച്ചാൽ അങ്ങോട്ട് ഇടവെട്ടി പഞ്ചായത്ത്. അവിടെ ടാങ്ക് ഇരിപ്പില്ല, വാട്ടർ ടാങ്ക്. അതൊക്കെ ഇടവെട്ടി പഞ്ചായത്തിന്റെ. ഇത് അങ്ങോട്ട് കരുവണ്ണൂർ പഞ്ചായത്ത്. ആ, ഓക്കെ. ശരിക്കും പറഞ്ഞ ഇതൊക്കെ പഞ്ചായത്ത് എടുത്ത് അല്ലേ? അടിപൊളിയാക്കണ്ട. പിന്നെ നല്ല സെറ്റപ്പ് ആക്കണ്ട. ആകെ ടോർച്ചുകൾ വരുന്നേ. ആ, എവിടെ താപത്താനേന്ദ്രക്കും കാണാം. കണ്ടോ? ഇവിടെ വന്നാൽ കാണാം അല്ലേ?
അവിടെ മറിഞ്ഞു നിൽക്കാം. നമ്മൾ ആ സൈഡിലോട്ട് മാറണം. അവിടെ അങ്ങോട്ട് കണ്ടോ? ആ അതെവിടെ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അതെ ആട്ടിടയും വരുന്നുണ്ട്. ആട്ടിട ഞങ്ങളുടെ ഇവിടെയുള്ള ഞങ്ങൾ ആടുമേക്കാൻ പിന്നെ എല്ലാ ദിവസവും. ആ ഇതിന്റെ മുകളിലല്ലേ? ആ ഈ പുല്ല് അല്ലേ? ഈ പുല്ല് കൊടുത്താ ഇതിനൊന്നും കയറ് വേണ്ട അല്ലേ? എല്ലാരും സ്ഥിരം കൊണ്ടുനടങ്ങി. അവള് ദേ നോക്കി ക്യാമറ നോക്കിട്ട് പോവാ. ഇതെന്ത് സാധനമാണ്? ആണോ? അടിപൊളി അടിപൊളി കേട്ടോ. ഇവിടുത്തെ കർഷകര് സെറ്റപ്പാ. ഇവരൊക്കെയാണ് ആട് മേയ്ക്കുന്ന ആൾക്കാർ. 7 മീറ്റർ സൊസൈറ്റി പടി നേരെ ചാലാശ്ശേരിക്ക് വഴി. ചാലാശ്ശേരി 1 കിലോമീറ്റർ. അവിടെ നിന്ന് നേരെ കുരിശിങ്ങ ജംഗ്ഷൻ. അവിടെ 14 കുരിശുണ്ട്. അതിൽ കുരിശിൻ്റെ വഴി കൂടെ കയറി പോന്നാൽ 14 കുരിശ് വന്നാൽ എൻ്റെ ടോപ്പാ. നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിലോ? തൊടുപുഴയിൽ നിന്ന് നമുക്ക് പട്ടയംകാലയിൽ നിന്ന് തിരിഞ്ഞു വരാം. പട്ടയംകാല അല്ലെങ്കിൽ കാരിക്കോട് നരവള്ളിയിൽ അവിടെ നിന്നും വരാം. അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ പാറം കൂടി വന്നാൽ കറക്റ്റ് വന്നിട്ട് ഇങ്ങ് പോരും. കറക്റ്റ് മെയിൻ റോഡാണ്. അതിൽ പോരാം. അവിടുന്ന് നമ്മൾ താഴെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സ്ഥലമില്ലേ? അത് അവിടെ പറയുന്ന പേരെന്താ? കുരിശിങ്ങ. പള്ളിയുടെ അവിടെ സ്ഥലം 14 കുരിശല്ലേ? 14 പള്ളി. ഈ ഇടി വെട്ടണ സീസണിൽ ആ ഒരു മാസത്തെ നല്ല ഇടി കാണും അല്ലേ? അപ്പോൾ വരാണ്ടിരിക്കും നല്ലത്. ഇടി വരുമ്പോൾ പ്രശ്നം അതെല്ലാം മലയാളം മുകളിലും പ്രശ്നമല്ലേ? അങ്ങനെയാണല്ലേ? നമ്മൾ പുഞ്ചിറ പോയി ഒരു രക്ഷയില്ല. പൂഞ്ചിറ എവിടെയായിട്ട് വരൂല്ലേ? കാണുന്നതാണ്. ഇതിലെ വരാം അല്ലേ? അത് വണ്ടി എവിടെ വരെ വരുമോ? ഇതിലെ വണ്ടി കയറി വരും. ഇവിടെ ജീപ്പ് ഓട്ടോറിക്ഷയ്ക്കും കയറി വരും. പിന്നെ വണ്ടി അധികം കയറ്റാണ്ടിരിക്കും നല്ലത്. കയറ്റിയാൽ നശിപ്പിക്കും. അപകടം ഉണ്ടാവും. അന്ന് ഇവിടുത്തെ പരിപാടി നിർത്തും. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നോർത്ത് കയറി വന്ന. നമ്മുടെ നാട്ടിൽ ഇത് കണക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഉണ്ടായിട്ടേ. പിന്നെ മഴക്കാലത്ത് പ്രശ്നമാണ്. വേനൽക്കാലത്ത് സുഖം. ഇത് മലബാറിയല്ലേ? മലബാറി. ഇതിന്റെ അകത്താണോ? ഇതിന്റെ അകത്താണോ കിണറുണ്ടെന്ന് പറഞ്ഞ? ഇല്ല അങ്ങോട്ട് പോകുന്നില്ല. കപ്പയ്ക്കകത്ത് അങ്ങനെ ഒരു കിണറുണ്ടല്ലോ ഈ പാറയിൽ. ഇത് ഉണ്ടാക്കിയതാണോ അല്ല ഉള്ളതാണോ? ഓലിയല്ലേ? നല്ല താഴ്ച ഉണ്ട് ഇതിനാ? ഉണ്ടല്ലേ? ആണോ? എന്നിട്ടേ വേണേ. ഇതുണ്ടല്ലോ 50. നല്ല താഴ്ച കേട്ടോ. പക്ഷെ ഇവിടുന്ന് വെള്ളം എടുക്കത്തില്ലേ അങ്ങോട്ട്? ഓസിട്ട് വലയൊക്കെ ഇട്ട്. ഇപ്പൊ ഇവിടെ എല്ലാം ശൂന്യമാണ്. അങ്ങ് എത്തി ഒരു മനുഷ്യനില്ല. വർഷകാലത്ത് പ്രശ്നമാണ്. വേനൽക്കാലല്ല സുഖം. എന്നുവെച്ചാൽ അറിയാം പരിചയമില്ലാത്തത് വന്നെങ്കിൽ വെള്ളച്ചെണപ്പുണ്ടല്ലോ, തെന്നി വീഴും. അവിടെ ചവിട്ടിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് എടുത്തിട്ടാണ് നല്ല ഫോഴ്സിലായിരിക്കും വീഴ്ച. എടുത്തിട്ടടിക്കുമല്ലേ? വീണത് ഒരുപാടാണെങ്കിൽ താറമ്പുറത്ത് ചാടിയേറ്റാൻ വേദനയില്ല. ജോലി എങ്ങനെ വന്ന് കിടക്കുവാണല്ലോ ജോലി. അത് എപ്പോഴും പോരും ഞങ്ങളെ കൊടുത്തത്. ഇനി ഞങ്ങൾ പോവാതെ പോരില്ല. അവള് നോക്കിയോളൂ. ആടിനെ നോക്കുവോ? ആടിനെ ഒന്നും നോക്കില്ല. ഇനി വല്ല മൃഗങ്ങളൊക്കെ ഓടി പോവാണെങ്കിൽ നോക്കുന്നു മാത്രം. കുരങ്ങ് വരാറുണ്ടല്ലേ? കുരങ്ങ് ഇപ്പൊ വന്നില്ല. എവിടുന്ന വരുവാണെങ്കിൽ അവിടെ നിന്നൊക്കെ ആയിരിക്കും. ആ മലയിൽ നോക്കി അവിടെ നിന്ന് കണ്ടാ വന്നെ. കയ്യാലെ അടുത്ത് കയ്യാലെ കാലിൽ കൂട്ടി ഇറങ്ങട്ടോ. പെണ്ണ നീ ഇറങ്ങുമ്പോൾ ജോലിക്ക് ഇറങ്ങണം. ആടെ മുട്ടാതെ. കുറച്ച് വെള്ളമുള്ളോ?
ഇപ്പം വെള്ളം അടിച്ചിടാറില്ല അല്ലേ? ആണോ? അവിടുന്ന് വലിയ ടാങ്കിൽ നിന്നല്ലേ? ഓക്കെ ഓക്കെ. എന്നാൽ ഞാൻ പയ്യെ പോവാം. സ്കൂട്ടറിന് പയ്യെ അങ്ങ് പോയേക്കാം. അവിടെയല്ല വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്ക്. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഓർക്കണ്ടല്ലോ നിങ്ങൾ? വീഡിയോ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്സ്. അരുൺ പതിയിൽ. ഇന്ന് തന്നെ ഇടും. ഓക്കെ. നമ്മളങ്ങനെ ഈ പാറയുടെ മുകളിൽ നിന്ന് പയ്യെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ യാദൃശ്യമായിട്ട് കുറച്ച് കുട്ടികളെയും അവരുടെ അച്ഛനെയൊക്കെ കണ്ടു. അവരിവിടെയുള്ള കൃഷിക്കാരാണ്. അവരാടും വളർത്തലും കൃഷിയൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി പയ്യെ പോവാം. നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. ഇനിയാണ് ഇവിടുന്ന് ഇറക്കം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നേരത്തെ കണ്ട ചേട്ടൻ പറഞ്ഞ പോലെ പാറയിൽ വെളുത്ത നിറമുണ്ടാവും. തൊലി പാറയിലിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പയ്യെ താഴത്തേക്ക് ഇറങ്ങുക. കയറി വരാനൊക്കെ എളുപ്പമാണ്, പിടിച്ച് കയറി വരാം. പക്ഷേ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. കണ്ടോ, ഇതാണ് ഇറക്കം. ഇവിടെ ഇറങ്ങി ഇതെവിടെ ചെന്ന് ഇതെവിടെയാണ് വണ്ടി ഇരിക്കുന്നത്, എവിടെ ചെല്ലണം. പക്ഷേ ഇത് മഴക്കാലം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊരു കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് പാഴി പിടിച്ചേക്കണതുകൊണ്ട് ഇതൊരു പ്രശ്നമുള്ള സ്ഥലം തന്നെയാണ്. നോക്കിയും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ. ഇനി ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, വഴി പോകണൊക്കെ ഒരു ചാലിങ്ങനെ വെളുത്ത് കിടക്കുന്നുണ്ടോ. അത് ഈ ആൾക്കാർ കയറി പോകുന്നതും പിന്നെ വണ്ടി കയറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ ചെളിക്കകത്ത് ചെറിയ വീൽപ്പാടൊക്കെ കാണാം, ബൈക്കിൻ്റെയൊക്കെ. അപ്പോൾ മിക്കവാറും വണ്ടി കയറ്റുന്നുണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന. അപ്പോൾ അതിലേ നമുക്ക് ഇറങ്ങാം. അവിടെ വലിയ തന്നലൊന്നുമില്ല, നല്ല പാഴിയൊക്കെ പോയിട്ടുണ്ട്.